പ്രിയമുള്ളവർ, ഈ കാലഘട്ടങ്ങളിൽ ഷാലോം നൈറ്റ് വിജിറ്റ് ശുശ്രൂഷയിലൂടെ അനേക ജീവിതങ്ങളിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. ഓരോ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ അനേകരുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ജീവിതത്തിലെ വലിയ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചവരുടെ ജീവിത സാക്ഷ്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില കത്തുകളാണ് നമ്മളിപ്പോൾ ഇവിടെ വായിക്കുക. നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകനായ ഡൊമിനിക് സാവിയോയാണ്. നമുക്ക് സന്തോഷത്തോടെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തികൾ കേട്ടുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. സ്നേഹമുള്ളവർ, കഴിഞ്ഞ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് എന്നതിൻ്റെ തെളിവുകളാണ് ഈ സാക്ഷ്യ ശുശ്രൂഷയിലൂടെ നാം കേൾക്കാൻ പോകുന്നത്. യൂദത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുകയാണ്: ഞാൻ എൻ്റെ ദൈവത്തിന് ഒരു പുതിയ കീർത്തനം ആലപിക്കും, കാരണം അവിടുന്ന് മഹോന്നതനും അജയ്യനും അത്ഭുത പരാക്രമിയും മഹിമയാർന്നവനുമാണല്ലോ. സത്യത്തിൽ ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ഓരോ സാക്ഷ്യങ്ങളും എടുത്ത് മറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദം. ദൈവം ഇന്നും മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ എത്രയോ അത്ഭുതങ്ങളാണ് ചെയ്യുന്നത്. ദാഹത്തോടെ ഇരിക്കുന്നവരുടെ മേൽ ദൈവകൃപകൾ എത്ര വർഷിക്കുന്നു എന്ന് ഈ ഓരോ സാക്ഷ്യങ്ങളും മറയ്ക്കുന്നതിനിടയിൽ എനിക്ക് തോന്നി. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോ സാക്ഷ്യങ്ങൾ വായിച്ച് നമ്മൾ ഈ സമയങ്ങളിൽ കേൾക്കുകയാണ്. ആദ്യത്തെ സാക്ഷ്യം സൗദി അറേബ്യയിൽ നിന്നും ഡെൽറ്റി എന്ന സഹോദരി അറിയിക്കുന്നതാണ്. ഞങ്ങൾ 12 വർഷത്തോളമായി സൗദിയിൽ താമസിക്കുന്നു. എൻ്റെ ചെറിയ മകളുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയ വലിയ വിടുതൽ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എൻ്റെ മകൾക്ക് 6 മാസം പ്രായമായപ്പോൾ മുതൽ കുഞ്ഞിന് പാലുൽപ്പന്നങ്ങൾ എല്ലാറ്റിനോടും ഭയങ്കര അലർജി ആയിരുന്നു. ഒന്നും കൊടുക്കുവാൻ കഴിയാതെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഇത്തിരി പാല് വായിലേക്ക് കൊടുത്താൽ അപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ മുഖവും കഴുത്തുമെല്ലാം ചൊറിഞ്ഞു തടിച്ച് വല്ലാതെ വീർത്തു വരുമായിരുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളായി ഷാലോം ജാഗരണ പ്രാർത്ഥനയിൽ മുടങ്ങാതെ പങ്കെടുക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. വളരെ വിഷമിച്ചിരുന്ന ഒരു ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് ഈ അലർജിയിൽ നിന്നും മോചനം നൽകണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അടുത്ത നൈറ്റ് വിജിൽ ആകുമ്പോഴേക്കും എൻ്റെ കുഞ്ഞിന് പാലും കുറുക്കും എല്ലാം കഴിക്കാൻ സാധിക്കണേ എന്ന് ഞാൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം മുതൽ കുഞ്ഞ് പാല് കുടിച്ചു തുടങ്ങി. കുറുക്കും പാലുൽപ്പന്നങ്ങളും കഴിച്ചിട്ടും യാതൊരു അസ്വസ്ഥതയും ഇല്ലാത്ത രീതിയിൽ അലർജിയിൽ നിന്നും പൂർണ്ണമായ വിടുതൽ നൽകി സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, 6 മാസം ഈ കുഞ്ഞ് 6 മാസം പ്രായമുള്ളപ്പോൾ മുതൽ തുടങ്ങിയ ഈ അലർജി രോഗം, പാലുൽപ്പന്നങ്ങൾ, കുറുക്ക്, ഇതൊന്നും കഴിക്കാതെ ഈ കുഞ്ഞ് അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കളും എല്ലാം ഈ വിഷയത്തെ ഓർത്ത് ഏറെ വേദനിച്ച് കഴിഞ്ഞ ഈ സാഹചര്യത്തിലാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ വിശ്വാസത്തോടെ ഈശോയുടെ സന്നിധിയിൽ ഒരു നിയോഗമെന്നോണം ഈ പ്രാർത്ഥനാപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. 4-5 വർഷത്തോളം ശരീരം മുഴുവനും അലർജി മുഖാന്തരം ഒരു പാലുൽപ്പന്നങ്ങൾ കഴിച്ചാൽ ശരീരം മുഴുവൻ വീർത്തു വരിക അല്ലെങ്കിൽ ചൊറിഞ്ഞു തടിക്കുന്ന ആ ദുർപ്പീഡയിൽ നിന്നും കർത്താവ് അത്ഭുതകരമായി ദൈവം ഈ കുഞ്ഞിനെ തൊട്ട് പൂർണ്ണ സൗഖ്യം. സൗദി അറേബ്യയിലായിരുന്ന ഈ സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയതിനായി നമുക്ക് 2 കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് മഹത്വം നൽകാം. ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, ജീവിക്കുന്ന ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് യഹോവയെ നമുക്ക് ആരാധിക്കാം, അവൻ തന്ന നന്മകളോർത്തു പാടാം. ഇത്രകാലം അവൻ നമ്മെ വഴി നടത്തി, എത്രമേൽ അനുഗ്രഹം തന്നു വളർത്തി. എന്നും അവൻ നമ്മുടെ കൂടെയുണ്ട്, ഇന്നും അവൻ നമ്മെ കരുതുന്നുണ്ട്. കരങ്ങളുയർത്തി യഹോവയെ
അടുത്ത കത്ത് എലിസബത്ത് ജോസ് കാസർഗോഡ് നിന്നും എഴുതുന്ന ഒരു കത്താണ്, അനുഭവ സാക്ഷ്യമാണ്. എൻ്റെ പപ്പയ്ക്ക് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എൻ്റെ പപ്പ 18 വർഷമായി മദ്യപാന ശീലത്തിന് അടിമയായിരുന്നു. ഇതുമൂലം ഞാനും എൻ്റെ മമ്മിയും സഹോദരങ്ങളും വളരെ സങ്കടത്തിലായിരുന്നു. ഈ ദുശീലം പപ്പ നിർത്താൻ ഞങ്ങൾ വളരെ കാലമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ശീലം കൂടുകയാണ് ഉണ്ടായിരുന്നത്. പപ്പായുടെ ഈ ദുശീലം മാനസികമായി ഞങ്ങളെ വളരെയധികം തളർത്തിയ സമയത്താണ് എൻ്റെ മമ്മി ഷാലോമിൽ നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേർന്ന് അധികം മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ പപ്പ മദ്യപാനം ഉപേക്ഷിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആദ്യമൊന്നും ഇത് വിശ്വസിക്കാൻ തന്നെ ഞങ്ങൾക്ക് പ്രയാസമായിരുന്നു. ഇപ്പോൾ പപ്പ മദ്യപാനശീലം നിർത്തിയിട്ട് 2 വർഷം കഴിയുന്നു. പപ്പ മദ്യപാനം ഉപേക്ഷിച്ചാൽ ഷാലോമിൽ സാക്ഷ്യപ്പെടുത്താം എന്നതിൻ്റെ ഫലമായാണ് പപ്പ ഈ ശീലം ഉപേക്ഷിച്ചത് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുന്നു. കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും തിരികെ തന്ന ദൈവത്തിന് ഷാലോമിലൂടെ വളരെയധികം നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ദുശീലങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനത്തെയും എല്ലാം നഷ്ടപ്പെടുത്തി കളയും. അങ്ങനെ ഇരുന്ന ഒരു കുടുംബമാണ് നീണ്ട 18 വർഷമായി പ്രിയപ്പെട്ട പപ്പയുടെ മദ്യപാനശീല മോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ കുഞ്ഞും ആ കുഞ്ഞിൻ്റെ മമ്മിയും മനസ്സ് തളർന്ന് അവർ നിരാശയിലേക്കല്ല പോയത്, മറിച്ച് ദൈവം പ്രവർത്തിക്കുന്ന ഷാലോം കൂട്ടായ്മയിലേക്ക് ചേർന്ന് അവരുടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നീണ്ട 18 വർഷത്തോളമായി മദ്യപാന ശീലത്തിൽ കഴിഞ്ഞിരുന്ന ആ സഹോദരൻ മദ്യം ഉപേക്ഷിച്ചു. അവർക്ക് ഉറച്ച ബോധ്യമുണ്ട്, ഞങ്ങൾ പൂർണ്ണ ഉറപ്പുണ്ട്, ഇത് ഷാലോമിൽ നേർച്ച നേർന്നതിൻ്റെ ഫലമായി എൻ്റെ ദൈവം ഞങ്ങളുടെ കരുണ കാണിച്ചതാണ്. നമുക്ക് നന്ദി പറഞ്ഞ് പാട്ടുപാടി ദൈവത്തിന് മഹത്വം നൽകാം. കൈകളടിച്ച് പാടാമോ? മാണിക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ, മാണിക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ, പാരിടത്തിൽ പാപി എന്നെ തേടി വന്നു പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ, പാരിടത്തിൽ പാപി എന്നെ തേടി വന്നു പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ, മാണിക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ, മാണിക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. അടുത്ത കത്ത് അമേരിക്കയിൽ നിന്നുമുള്ള ഒരു കത്താണ്. സ്മിത ജോജി എന്ന സഹോദരി എഴുതുന്നു. എൻ്റെ പേര് സ്മിത ജോജി. ഷാലോമിലെ നൈറ്റ് വിജിൽ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്. ഞങ്ങൾ US താമസിക്കുന്നു. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അമേരിക്കയിൽ ഡ്രൈവ് ചെയ്യാതെ ഒരു കാര്യവും ഇവിടെ നടക്കുകയുമില്ല. 2012 കുറേ ഡ്രൈവിംഗ് ക്ലാസ്സിന് ഞാൻ പോയി. പേടി കാരണം നിർത്തേണ്ടി വന്നു. 2016 അതായത് വീണ്ടും 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിന് പോയി. ആദ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ട് കിട്ടിയില്ല. പിറ്റേ ദിവസം ഷാലോം TV-യിൽ നൈറ്റ് വിജിൽ ഉണ്ടായിരുന്നു. എൻ്റെ 2ാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡിസംബർ മാസത്തിനുള്ളിൽ പാസ്സാവുകയാണ് എങ്കിൽ ഷാലോമിലേക്ക് കത്ത് എഴുതി സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ നേർന്നു. ഡിസംബർ 15 എൻ്റെ 2ാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഡേറ്റ് കിട്ടി. നല്ലവനായ ഈശോ ഒരു തടസ്സമോ പേടിയോ ഇല്ലാതെ എല്ലാം ഭംഗിയാക്കി ചെയ്യാൻ എന്നെ സഹായിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ കത്ത് വായിക്കുമ്പോൾ ഇന്ന് ഒരുപാട് വ്യക്തികൾ പല കാര്യങ്ങളെയും ഓർത്ത് ഭയപ്പെട്ട് കഴിയുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, ജെറമ്യ 20:11 വചനം, വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം അവരുടെ ജീവിതത്തിൽ ഷാലോം ശുശ്രൂഷയിൽ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ അവർക്ക് ലഭിക്കുകയുണ്ടായി. സത്യത്തിൽ ഈ സഹോദരി കത്തിൽ എഴുതിയിരിക്കുന്നതാണ്, പേടി കാരണം ഈ കാര്യം ആദ്യത്തെ ആ ട്രൈ എല്ലാം നിർത്തി, ആദ്യത്തെ പരിശ്രമം നിർത്തി. എന്നാൽ വീണ്ടും ഷാലോം ടെലിവിഷനോട് ചേർന്ന് നൈറ്റ് വിജിൽ ചേർന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു പേടിയോ അല്ലെങ്കിൽ തടസ്സമോ ഇല്ലാതെ എല്ലാം ഭംഗിയാക്കി എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ 2ാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഞാൻ പാസ്സായി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം നൽകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. നാം ചോദിക്കുന്നതിലും അധികമായി തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം എന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഈ അടുത്ത കത്തിലൂടെ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ലൂക്ക 1:49 വചനം ഈ സഹോദരി എഴുതിയിരിക്കുന്നു. ഈ കത്ത് അയച്ചിരിക്കുന്നത് സോഫിയ എന്ന ഒരു സഹോദരിയാണ്. സോഫിയ വർഗീസ്, കണ്ണൂർ ജില്ലയിൽ കാഞ്ഞിരക്കൊല്ലി എന്ന സ്ഥലത്തു നിന്നാണ് ഈ സഹോദരി എഴുതിയിരിക്കുന്നത്. ഞാൻ മലയാളം MA BEd കഴിഞ്ഞിട്ട് 8 വർഷത്തോളമായി. എന്നാൽ എനിക്ക് സ്ഥിരമായ ഒരു ജോലി ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ 4 വർഷമായി ഞാനും കുടുംബവും മുടങ്ങാതെ നൈറ്റ് വിജിൽ കൂടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 2017 ജനുവരി ആദ്യം തന്നെ വീടിനടുത്തൊരു UP സ്കൂളിൽ ഒഴിവുള്ളതായി അറിഞ്ഞു. ജനുവരി 6-ാം തീയതിയിലെ നൈറ്റ് വിജിലിൽ ഈ ജോലി എനിക്ക് തരണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും പേപ്പറിൽ എഴുതി ടിവിയുടെ മുന്നിൽ വയ്ക്കുകയും ചെയ്തു. UP സ്കൂളിൽ ജോലിക്കായി പ്രാർത്ഥിച്ച എനിക്ക് മറ്റൊരു ഹൈസ്കൂളിൽ സ്ഥിര നിയമനം തന്ന് കർത്താവ് അനുഗ്രഹിച്ചു. അതേ മാസം തന്നെ ജനുവരി 16-ാം തീയതി ജോലിയിൽ ഞാൻ പ്രവേശിച്ചു. ഹല്ലേലൂയ. ഇതിൽ പരം ശ്രേഷ്ഠമായൊരു ദൈവം. പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു നമുക്കറിയാം, ഒരുപാട് വ്യക്തികൾ പഠിച്ചു ജോലി ലഭിക്കാതെ പല തടസ്സങ്ങളിൽ കഴിയുന്നവരുണ്ട്. ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളിൽപ്പെട്ടവർക്ക് വലിയ കരുത ശക്തനായ ദൈവം, വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവം. ഒന്ന് ഓർത്തു നോക്കിക്കേ, UP സ്കൂളിൽ, തൊട്ടടുത്തൊരു UP സ്കൂളിലാണ് ആ സഹോദരി പ്രതീക്ഷ വെച്ചത്. പക്ഷേ ദൈവം കൊടുത്തതോ ഒരു ഹൈസ്കൂളിലാണ് കർത്താവ് കൊടുത്തത്. ഹല്ലേലൂയ. ചോദിച്ചതിൽ കൂടുതൽ നൽകാൻ കഴിവുള്ള ദൈവം. 8 വർഷത്തോളം പഠിച്ചിട്ടും 8 വർഷത്തോളം പഠിച്ച് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടും കിട്ടാതിരുന്ന സഹോദരി ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഈ സമയം പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതിനുള്ള അടയാളമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടത്. അതിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാം. കൈകളടിച്ച് പാടാം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 63:9 തിരുവചനം, അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ചിലപ്പോഴെങ്കിലും ഭാര്യമാര് പറയുന്നത് ഭർത്താക്കന്മാർ ചിലപ്പോൾ കേട്ടുകൊള്ളണമെന്നില്ല. എന്നാൽ ഭാര്യ പറഞ്ഞ ഒരു കാര്യം ഒരു ചെറുപ്പക്കാരനായ ഭർത്താവ് കേട്ടതിൻ്റെ ഫലമായി ആ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. ഈ കത്ത് അയക്കുന്നത്, എൻ്റെ പേര് വികാസ് മാത്യു ആണ് കത്തയക്കുന്നത്. ഞാൻ ഈ സാക്ഷ്യം എഴുതി അറിയിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ വലിയ അനുഗ്രഹം പങ്കുവെക്കാനാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ജിനിറ്റ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. പല ചെക്കപ്പുകൾ നടത്തിയെങ്കിലും ആർക്കും ഒരു കുഴപ്പവും കണ്ടുപിടിക്കാൻ സാധിച്ചുമില്ല. എൻ്റെ വൈഫിൻ്റെ നിർബന്ധപ്രകാരം മെയ് 2016 നൈറ്റ് വിജിലിൽ ഞങ്ങൾ
നിയോഗം എഴുതി വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മെയ് 22-ാം തീയതി എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഡിസംബർ 29-ാം തീയതി 2016 ദൈവം ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം നൽകാം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ കത്ത് വായിക്കുമ്പോൾ ഓർക്കുക, ഒരു ആത്മീയ കാര്യത്തെക്കുറിച്ചാണ് ആ ജീവിത പങ്കാളി സ്വന്തം ജീവിത പങ്കാളിയോട് പറഞ്ഞത്. നമുക്ക് ശാലോം ടെലിവിഷനോട് ചേർന്ന് പ്രാർത്ഥന ദൈവസന്നിധി സമർപ്പിക്കാമെന്ന് ആ സഹോദരിയുടെ വാക്ക് കേട്ടപ്പോൾ ആ ഭർത്താവ് അതനുസരിച്ചു. അവർക്ക് ദൈവാനുഗ്രഹം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വം നൽകാം. യേശു നല്ലവനാണ്. സങ്കീർത്തനം 55-ന്റെ 22-ാം വചനം നമുക്ക് ഏറെ സുപരിചിതമാണ്. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ജോലിയൊക്കെ ലഭിക്കും. പക്ഷേ നമുക്കറിയാം, ഈ കത്ത് ഒരു ജോലി സംബന്ധമായ ഒരു തടസ്സം മാറിയതിൻ്റെ ഒരു കത്താണ്. സൗദി അറേബ്യയിൽ നിന്നും മകന് വേണ്ടി ഒരു സഹോദരി എഴുതിയ ഒരു കത്താണ്. ഈ കത്ത് നമുക്ക് വായിച്ച് കേൾക്കാം. ഞാൻ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നുമാണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ പേര് ലിസ. എൻ്റെ മകന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. ബിടെക് പാസ്സായ ഞങ്ങളുടെ മോനെ ഒരു ജോലിക്ക് വേണ്ടി ഫ്രീ വിസയിൽ ഞങ്ങൾ ജിദ്ദയിൽ കൊണ്ടുവന്നു. വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു കമ്പനിയിൽ നിന്നും ജോലി ശരിയായി. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും കിട്ടിയ ജോലിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. കാരണം സ്പോൺസറുടെ കയ്യിൽ നിന്നും മതിയായ രേഖകളോട് കൂടിയ ലെറ്റർ ആവശ്യമായിരുന്നു ജോയിൻ ചെയ്യാൻ. ലെറ്ററിൻ്റെ ആവശ്യം പറഞ്ഞ് വിളിക്കുമ്പോഴൊക്കെ ആ വ്യക്തി ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവ്. ഞങ്ങൾ 4 വർഷമായി കുടുംബസമേതം ശാലോം നൈറ്റ് വിജിൽ മുടങ്ങാതെ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്നു. ജോലി കിട്ടിയിട്ടും ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഇരിക്കെ ഫെബ്രുവരി മാസത്തെ നൈറ്റ് വിജിൽ തുടങ്ങുന്നതിന് മുമ്പായി ഞാൻ ഒരു നിയോഗം വെച്ചു. അടുത്ത ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി പേപ്പർ കിട്ടി ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചാൽ ഞാൻ ശാലോമിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നും കൂടാതെ ഈ നിയോഗം ഞങ്ങൾ TV-യുടെ മുമ്പിൽ എഴുതി വെച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾ സാക്ഷ്യം നേർന്ന് പ്രാർത്ഥിച്ച പിറ്റേന്ന് തന്നെ സ്പോൺസർ പേപ്പർ അയച്ചു. എല്ലാം വളരെ പെട്ടെന്ന് ശരിയായി. കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യാൻ അറിയിപ്പ് ലഭിച്ചു. അതായത് പിറ്റേ ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് 2 ദിവസം മുമ്പായി മാർച്ച് 3-ാം തീയതിയിലെ നൈറ്റ് വിജിലിന് മുമ്പായി തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ നല്ലവനായ ദൈവം അനുഗ്രഹിച്ചു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അവർ പ്രാർത്ഥിച്ചത് എന്താണ്? അടുത്ത നൈറ്റ് വിജിലിന് മുമ്പായി എല്ലാ പേപ്പറുകളും ശരിയാകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത നൈറ്റ് വിജിൽ പറഞ്ഞ പ്രകാരം മാർച്ച് 3-ാം തീയതി ആണെങ്കിൽ മാർച്ച് 1-ാം തീയതി ഈ ജോലിയുടെ തടസ്സങ്ങൾ മാറി ഈ കുഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കത്തുകളെല്ലാം വായിച്ച് കേൾക്കുകയായിരുന്നു. വ്യത്യസ്തമായ കത്തുകളാണ് ഇന്ന് വായിച്ചത്. ഭയപ്പെട്ടിരുന്ന വ്യക്തി ഭയത്തിൽ നിന്നും വിമോചനം പറഞ്ഞ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റാതെ വിഷമിച്ചിരുന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ഒരു ഭയം കൂടാതെ അതിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ അലർജി രോഗം മുഖാന്തരം ഒരു കുടുംബം കുഞ്ഞിൻ്റെ അലർജി രോഗം മുഖാന്തരം വളരെ മനസ്സ് വേദനയോടെ പ്രാർത്ഥിച്ചപ്പോൾ 5 വർഷമായി അലർജിയിൽ കടന്ന കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തിയ ദൈവം 18 വർഷത്തോളം മദ്യപാനത്തിന് അടിമയായിരുന്ന പിതാവിൻ്റെ മദ്യപാന മോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട ആ ദൈവം ഇന്നും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയ. ദൈവം ഇന്നും പ്രവർത്തന നിരതനാണ്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്നും പ്രവർത്തന നിരതനായിരിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഈ നൈറ്റ് വിജിൽ പങ്കെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ പല രീതിയിലുള്ള ജോലി തടസ്സങ്ങളും
രോഗപീഠകളും പ്രിയപ്പെട്ടവരുടെ അസ്വസ്ഥതകളും എല്ലാം നമ്മുടെ ജീവിതം ഉണ്ടാകും. കരങ്ങളിൽ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രമായി നമുക്ക് നന്ദി പറയാം. ഈ അത്ഭുതങ്ങളുടെ രാത്രിയിൽ ഉറക്കമിളച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ഈ കൂടാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല വ്യക്തികളുടെ മേലും അത്ഭുതത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്നും കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുത സാക്ഷ്യങ്ങൾ സംഭവിക്കട്ടെ. നേർന്ന് പ്രാർത്ഥിക്കുന്നവര് അത്ഭുതങ്ങൾ കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. കുടുംബങ്ങളിൽ നിന്നും പിശാചിന്റെ ദൂതൻ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. മാറാരോഗികൾ സൗഖ്യപ്പെടട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയെ കാത്തിരിപ്പോ ശക്തിയിൽ നിറഞ്ഞിടും. കരങ്ങളടിച്ച് പാടാമോ? യഹോവയെ കാത്തിരിപ്പോ ശക്തിയിൽ നിറഞ്ഞിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ഈ കൃപ ഒഴുകട്ടെ. കൃപയാലേ കുടുംബങ്ങളിലേക്ക്, വ്യക്തിജീവിതങ്ങളിലേക്ക്. അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. സ്നേഹമുള്ളവരെ, ഇത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ദൈവം ഈ എളിയ ശുശ്രൂഷയിലൂടെ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും അനേകരുടെ പ്രാർത്ഥനകളാണ്. ഇവിടുത്തെ ശുശ്രൂഷയുടെ ആരുടെയും യോഗ്യതയില്ല, മറിച്ച് ഈശോ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു സംവിധാനം കർത്താവ് ഒരുക്കി തന്നു. അതുകൊണ്ട് ഏറ്റവും എളിമയോടെ നിങ്ങളുടെ പ്രാർത്ഥന ശാലോമിന് വേണ്ടി ചോദിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച്, ദയവായി കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ശാലോം കുടുംബത്തിന്റെ മേലെ, ശാലോം മിനിസ്ട്രിയുടെ മേലെ ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന എന്നോട് കൂടെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ ഈ പ്രാർത്ഥനയിൽ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, സഭയിൽ അങ്ങ് ഉയർത്തിയ ശാലോം മിനിസ്ട്രിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകളെയും എല്ലാ ശുശ്രൂഷകരെയും അവിടുന്ന് സംരക്ഷിക്കണമേ. കർത്താവായ ഈശോയെ, ലോകം മുഴുവനിലേക്കും വചനമെത്തിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം ശുശ്രൂഷകരെയും വളരെ പ്രത്യേകമായി ശാലോമിന്റെ നേതൃത്വത്തെയും പരിശുദ്ധാത്മാവിനെ അയച്ച് സംരക്ഷണം നൽകണമേ. തിരുരക്തത്തിന്റെ സംരക്ഷണം നൽകണമേ. സ്വർഗീയമായ ദർശനം നൽകണമേ. ദുഷ്ടന്റെ എല്ലാ കൂരമ്പകളിൽ നിന്നും ശാലോമിനെയും ശാലോമിന്റെ ശുശ്രൂഷകരെയും ശാലോം നേതൃത്വത്തെയും നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ലോകം മുഴുവനും അങ്ങയുടെ വചനം എത്തിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയ ശാലോം ടെലിവിഷനെ അഭിഷേകം ചെയ്ത് ജനകോടികൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, ശാലോം ടെലിവിഷന്റെ എല്ലാ പ്രോഗ്രാമുകളെയും അങ്ങ് ഏറ്റെടുക്കണമേ, അങ്ങ് ഏറ്റെടുക്കണമേ. പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. സഭാ സ്നേഹത്തിൽ വളർത്തണമേ. ശാലോം ടെലിവിഷനെ സാമ്പത്തികമായി സഹായിക്കുന്ന എല്ലാ SPF അംഗങ്ങളെയും DTH സംവിധാനങ്ങളെയും കേബിൾ സംവിധാനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ,
ഷാലോം വേൾഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഇപ്പോൾ ഷാലോം ടെലിവിഷന്റെ മുമ്പില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ രണ്ട് കരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാം. വളരെ പ്രത്യേകമായി ഷാലോമിന്റെ മുഴുവൻ ശുശ്രൂഷകളെയും എല്ലാ ശുശ്രൂഷകരെയും വളരെ പ്രത്യേകമായി ഷാലോമിന്റെ നേതൃത്വത്തിന് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രത്യേകമായും ഷാലോം ടെലിവിഷനെയും എല്ലാ സംവിധാനങ്ങളെയും അനുഗ്രഹിച്ചത് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്വർഗീയ സംരക്ഷണം നൽകണമേ, സ്വർഗീയ സംരക്ഷണം നൽകണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എല്ലാ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ, ശുശ്രൂഷയുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. ജനകോടികൾക്ക് അനുഗ്രഹമാക്കിയ ശുശ്രൂഷയെ മാറ്റണമേ. ഷാലോം ടെലിവിഷനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിലെ സകല അന്ധകാരങ്ങളും തിന്മയുടെ ആധിപത്യങ്ങളും ഷാലോമിനെതിരെ പ്രബലപ്പെടുന്ന ഷാലോം ശുശ്രൂഷകളെ ദുർവീര്യമാക്കുവാൻ ദുർബലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സകല നാരകീയ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തത്തിന്റെ സംരക്ഷണം നിറയട്ടെ, തിരുരക്തത്തിന്റെ സംരക്ഷണം ഷാലോമിന്റെ നിറയട്ടെ, എല്ലാ ശുശ്രൂഷകളിലേക്കും നിറയട്ടെ, എല്ലാ ശുശ്രൂഷകളെയും വ്യാപരിക്കട്ടെ. ഷാലോം ടെലിവിഷൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി നിറയട്ടെ. നൈറ്റ് വിജിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാടാം. അഭിഷേകം ഷാലോമിനെ ഗണമേ. ഒന്ന് പാടാമോ? ഞങ്ങളുടെ കൂടെ പാടാമോ? ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ഷാലോമിനെ ഗണമേ. വീണ്ടും പാടാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ഷാലോമിനെ ഗണമേ. വലതുകരം ഉയർത്തി പാടാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഷാലോമിന്റെ മിനിസ്ട്രിയുടെ മേൽ അഭിഷേകം ഷാലോമിനെ ഗണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ഷാലോമിനെ ഗണമേ. വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഷാലോമിന്റെ പ്രസിദ്ധീകരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാലോം ടൈംസ് മലയാള മാസികയെയും ഇംഗ്ലീഷ്, തമിഴ്, ജർമ്മൻ മാസികകളെയും പരിശുദ്ധാത്മാവിൽ നിറച്ച് ജനകോടികൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവായ ഈശോയെ, സൺഡേ ഷാലോം പത്രത്തെ സഭകളുടെ ഐക്യത്തിനായി ഈ പത്രത്തെ അവിടുന്ന് മാറ്റണമേ. കർത്താവായ ഈശോയെ, ഷാലോമിന്റെ എല്ലാ വായനക്കാരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. ഓരോ ലേഖനങ്ങളെയും ആത്മാവിൽ എടുക്കണമേ, ആത്മാവിൽ നിറയ്ക്കണമേ. കർത്താവായ ഈശോയെ, ഷാലോം പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്യുന്ന എല്ലാ ഏജന്റുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഈ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. എല്ലാ വിതരണ സംവിധാനങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷാലോമിന്റെ പ്രസിദ്ധീകരണ വിഭാഗമായ സോഫിയയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോഫിയയുടെ സെക്കുലർ മാസികയായ സോഫിയ ടൈംസിനെ ജനകോടികൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. ധാർമ്മിക മൂല്യങ്ങളും ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തലുകളും കർത്താവിനെ അറിയാത്തവർക്ക് പ്രകാശമായി കൊടുക്കുവാൻ സോഫിയ ടൈംസിനെ അനുഗ്രഹിച്ചുയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എല്ലാ എഴുത്തുകാരെയും എല്ലാ റിപ്പോർട്ടർമാരെയും അനുഗ്രഹിക്കണമേ. രണ്ട് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ശാലോമിന്റെ പ്രസിദ്ധീകരണ ശുശ്രൂഷയെ പുതിയ ഭാഷകളിലേക്ക് മാസികൾ തർജ്ജമ ചെയ്യപ്പെടണം. ചൈനീസ് ഭാഷയിൽ ശാലോം മാസികൾ എഴുതപ്പെടണം. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ഏജന്റുമാരെ അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ ആദ്യ ശുശ്രൂഷയായ ശാലോം ടിവിക്ക് പോലും കാരണമായി മാറിയ ശാലോം ടൈംസ് മാസിക അനുഗ്രഹമാക്കി മാറ്റണമേ. വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിദേശ ഭാഷകളിലുള്ള എല്ലാ ശുശ്രൂഷകളും എല്ലാ പ്രസിദ്ധീകരണങ്ങളും അനുഗ്രഹമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ശാലോമിനേകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ശാലോമിനേകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ശാലോമിനേകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ശാലോമിനേകണമേ. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി നമ്മുടെ ശാലോമിന്റെ എല്ലാ ശുശ്രൂഷയിലെയും കർത്താവിന്റെ പക്കലേക്ക് കൊടുക്കാം. ശാലോമിന്റെ ഹോസ്പിറ്റൽ മിനിസ്ട്രി, ഹോസ്പിറ്റൽ മേഖലകളിൽ വലിയ ദൈവാനുഗ്രഹത്തിന് കാരണമായി മാറുവാൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, വലിയ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സാമ്പത്തികമായി ശാലോമിനെ സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശാലോമിന്റെ എല്ലാ വിദേശ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകം അമേരിക്ക ശുശ്രൂഷകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോക സുവിശേഷവൽക്കരണത്തിന് ശാലോമിനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാലോമിന്റെ മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാവരെയും ആത്മാവിൽ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ധ്യാന ശുശ്രൂഷകളെയും സമർപ്പിക്കാം. ഔട്ട്റീച്ച് പ്രോഗ്രാമുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശാലോമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സഹകാരികളെയും നമ്മുടെ രണ്ട് കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാമോ? രണ്ട് കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. ഈ രാത്രിയിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഒരു വലിയ കവചമായി സ്വർഗത്തിന്റെ സംരക്ഷണം ഇപ്പോൾ ശാലോം കുടുംബത്തിലേക്ക് അണപൊട്ടി ഒഴുകപ്പെടട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ സകലതും ഛിന്നഭിന്നമായി പാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ ശക്തി ലോകത്തിന്റെ അതിരുകളോളം എത്തിക്കുവാൻ, ഈ മിനിസ്ട്രിയുടെ മേല് സ്വർഗത്തിന്റെ വലിയ ശക്തി ഇപ്പോൾ നിറയപ്പെടുവാൻ, ആഗോള വ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന ശാലോം ശുശ്രൂഷകളെ കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിക്കാമോ പ്രിയപ്പെട്ടവരെ? ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗോള സഭയ്ക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ കൂപ്പി പരിശുദ്ധാത്മാവേ, അഭിഷേകം ശാലോമിനേകണമേ. ജനകോടികളിലേക്ക് ഒഴുകുവാൻ തക്ക തരത്തിൽ എന്റെ പരിശുദ്ധാത്മാവിനെ പുതിയ അഭിഷേകം നൽകണമേ. പുതിയ കരുത്ത് നൽകണമേ. എല്ലാ ശുശ്രൂഷനും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ശുശ്രൂഷയുടെ കുടുംബങ്ങള് അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഭാഷാപരത്തിൽ സ്തുതിക്കാം. ഭാഷാപരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഭാഷാപരമുള്ളവര് ഭാഷാപരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ വലിയ ശക്തി നിറയും. പരിശുദ്ധ അമ്മയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദർത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.